ഹലോ ഗൈസ്, സത്യമേരെ സത്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കിട്ടിയിലെ മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വിജയുടെ ലാസ്റ്റ് ഫിലിമായിട്ടുള്ള ദ ഗ്രേറ്റ് ഓൾ ദ ടൈം എന്ന് പറഞ്ഞിട്ടൊരു മൂവിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് അടിപൊളി ഫിലിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിജയ് ഡബിൾ റോളിൽ വരുന്നത്, അതായത് ഡബിൾ റോളിൽ വരുന്ന ഒരു ത്രില്ലർ ഫിലിമാണ്. അത് നമ്മുടെ പഴയ ആക്ടറായ സ്നേഹയും ലൈലയും ഒക്കെ ഈ ഫിലിമിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫിലിമിന് കുറച്ച് ട്രോളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഈ ഫിലിമിനെ കുറിച്ച് കൂടുതൽ അറിയാം. എൻ്റർടൈൻമെൻറ്റ് നിർമ്മിച്ച വൈക്കട്ട് പ്രഭു സംവിധാനം ചെയ്ത ദളപതി വിജയ് നായകനായ ഇന്ത്യൻ തമിഴ് ഫാഷൻ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ദ ഗ്രേറ്റ് ഓഫ് ഓൾ ടൈം. ജയറാം, പ്രശാന്ത്, പ്രഭുദേവ, സ്നേഹ, ലൈല, മീനാക്ഷി ചൗധരി, മോഹൻ, അജ്മൽ അമീർ, യോഗി ബാബു, വി ഗണേഷ്, വൈഭവ്, പ്രകോഗി അമരൻ, അരവിന്ദ് രാജ്, ആകാശ് രാജീവ് എന്നിവരാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. 2008 കെനിയൻ എം.എസ്. ഗാന്ധി, സുനിൽ ത്യാഗരാജൻ, കല്യാൺ സുന്ദരം, അജയ് ഗോവിന്ദരാജ് എന്നിവരടങ്ങുന്ന പ്രത്യേക തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തീവ്രവാദിയായ ഒമാറിൽ നിന്നും യൂറിനം വേർതിരിച്ചെടുക്കാൻ തടഞ്ഞു. രാജ്യദ്രോഹം കുറ്റം ചുമത്തി ഒളിവിൽ കഴിയുന്ന ഇവരുടെ മുൻ മേധാവി രാജീവ് മേനനും ഇതേ ട്രെയിനിലാണ്. അവർ മേനാനിൽ നിന്നും യൂറിനം വീണ്ടെടുത്തു. മേനാൻ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുവെന്നാണ് വിശ്വസിച്ചു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ട്രെയിൻ നശിപ്പിക്കുന്നു. തിരികെ ഡൽഹിയിൽ ടീം ഇന്ത്യൻ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ജോലിക്കാരിയായ രഹസ്യമായി ജീവിക്കുന്നു. അവരുടെ യഥാർത്ഥ ജോലി അവരുടെ കുടുംബത്തിൽ നിന്നും മറച്ചു. ഗർഭിണിയായ ഭാര്യ അനു, അവരുടെ 5 വയസ്സുള്ള മകൻ ജീവൻ എന്നിവരോടൊപ്പമാണ് ഗാന്ധി താമസിക്കുന്നത്. ബാങ്കോക്കിൽ ഒരു പുതിയ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അനുവിൻ്റെ അവിശ്വാസത്തെക്കുറിച്ചുള്ള സംശയം ദൂരീകരിക്കാൻ ഗാന്ധി തൻ്റെ കുടുംബത്തിൽ ഒപ്പം കൊണ്ടുപോകുന്നു. ദൗത്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിച്ച് നമ്മുടെ വിജയ് ഗാന്ധി സാഡ് സ്ക്വാഡിലേക്ക് മടങ്ങുന്നു. മെക്സിക്കോയിൽ നിന്നുള്ള ജീവനെയും സംഘത്തെയും കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നസീറിൻ്റെ ഫോണിലുണ്ട്. മെട്രോ സ്റ്റേഷനിൽ വെച്ച് നസീർ താഴെ ഇറങ്ങിയപ്പോൾ നസീറിൻ്റെ കയ്യിൽ നിന്നും ജീവൻ്റെ കൂട്ടാളി ഷാ ഫോൺ വാങ്ങി. എന്നാൽ ഫോൺ കാണാതായ വിവരം ഷാ ജീവനോട് വെളിപ്പെടുത്തുന്നു. ഇക്കാലം അത്രയും ജീവൻ മേനോന് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നതെന്നും ഒരു കാരണത്താലാണ് അദ്ദേഹം ഗാന്ധിയുടെ കുടുംബത്തിലേക്ക് വന്നതെന്നും വെളിപ്പെടുത്തുന്നു. Taking.